വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായെന്ന മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. സൂംബ ഡാൻസിനെ വിവാദവൽക്കരിക്കാൻ ആരും ശ്രമിക്കരുതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ഗവർണർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയിൽ ഏറ്റവും കൂടുതൽ ഈ മാരകമായി വരിക ഇപ്പം ഈ മരുന്നുകൾ, പല സ്ഥലത്തുള്ള മരുന്നുകൾ. അപ്പം ഈ വന്നിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന ഈ വിഷമുണ്ടല്ലോ, അത് കുട്ടികളുടെ കൂടിയാണ് വരുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഉറങ്ങിക്കിടക്കുന്ന അമ്മേനെ വെട്ടിക്കൊല്ലുക. ഇതിനൊരു പരിഹാരത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വന്നിരിക്കുന്നൊരു വിഷയമാണ്. കുട്ടികൾക്ക് ഇതൊരു വ്യായാമമാണ്, എന്നാൽ ഇന്നത്തെ പുതിയ കാലത്ത് അതൊരു നൃത്തത്തിൻ്റെ രൂപം കൂടി വരും, അതാവട്ടെ എന്ന് വെച്ച് അത് നിർബന്ധിച്ച് ഗവൺമെൻറ്റും പറഞ്ഞില്ല. ഗവൺമെൻറ് നിർബന്ധമാണെന്ന് പറഞ്ഞില്ല. അതിൻ്റെ പേരിലൊരു യുദ്ധത്തിന് നമ്മളുമില്ല. നല്ലൊരു കാര്യത്തിന് വേണ്ടി കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയൊക്കെ നമുക്ക് സമവായം ഉണ്ടാക്കാം. മന്ത്രി തന്നെ പറഞ്ഞല്ലോ, നിർബന്ധമില്ലെന്ന് പറഞ്ഞല്ലോ. കാരണം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയില്ലല്ലേ, വേറെ വല്ല കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിലൊരു വാശി ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരെല്ലാം തന്നെ പലരും കാത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തുന്ന, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു ആവേശമുണ്ട്. ആവേശം ഗവൺമെൻറ് കിട്ടിയെന്നുള്ള ആവേശമാണ്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയമായ ദേവീയത ഇതിനെ കൊണ്ടുപോകരുത്. നമ്മുടെ നാട്ടിലെ ഒരു തലമുറ, വളർന്നു വരുന്ന തലമുറ, നമ്മുടെ നാടിൻ്റെ ഭാവി ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമവായത്തിലൂടെ ചെയ്യാം. അതിന് ഗവൺമെൻറ്റും പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ ഭാഗത്ത് നമുക്ക് ആലോചിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നിലമ്പൂരിൽ കാലഘട്ടത്തിനനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ജയിച്ചത്. നിലമ്പൂരിനെ ചൊല്ലി കോൺഗ്രസിൽ ക്യാപ്റ്റൻ മേജർ തർക്കം നടക്കുകയാണ്. ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു മതനിരപേക്ഷ മുന്നണി ഇവിടെയുള്ള മുന്നണിയാണ്. നിങ്ങൾ കണ്ടല്ലോ, നിലമ്പൂരിൽ ജമാഅത്ത് ഇസ്ലാമിയും RSSും കൂടി ഒരുമിച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ കരുതിയില്ല. രണ്ടുപേരും ബന്ധുശത്രുക്കളാണ്. അവരെങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു തോളിൽ കൈയിട്ട് വോട്ട് പിടിക്കാൻ പോയി? ആരവർക്ക് മുഖ്യശത്രു? ആരാ മുഖ്യശത്രു? നമ്മൾ മുഖ്യശത്രുവിനെ കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിനെ ഇതുപോലെ കൊണ്ടുപോയി അടുത്ത് അവർക്കൊരു ഗവൺമെൻറ് എന്ന് പലരും ഇപ്പം ക്യാപ്റ്റൻ ഞാനാണ്, മേജർ മറ്റേയാളാണ്, നമ്മൾ തമ്മിൽ തർക്കമൊന്നുമില്ല, നമ്മളിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് മുഖ്യമന്ത്രിയാണ്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊക്കെ ജനങ്ങളോട് നടന്നൊരു വെല്ലുവിളിയാണ്. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത ഗവൺമെൻറ് ഞങ്ങളാണ്, നിങ്ങളത് വോട്ട് ചെയ്തേക്കണമെന്നാണ് പരോക്ഷമായി പറയുന്നത്. അതൊരിക്കലും പൊതുപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. LDFന്റെ വോട്ടുകളിൽ കുറവ് വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഭരണവിരുദ്ധ വികാരം ചിലപ്പോൾ ഉണ്ടാകും, ചിലത് ഇല്ലാന്നും അറിയില്ല. ഭരണവിരുദ്ധ വികാരമാണ് ഇതെല്ലാം ഒന്നും നിങ്ങൾ തീരുമാനിക്കണ്ട. അവിടുത്തെ വോട്ടിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. 66,000 വോട്ട് നമുക്ക് കിട്ടി ഇല്ലേ? അല്ല, കേക്ക് അൻവർ അപ്പുറം പോയില്ലേ? അതൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. ഈ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നമ്മളെ ബേസ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നിലമ്പൂരിലെ തോൽവി കേരളത്തിലെ ഗവൺമെന്റ് അവസാനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സൂംബ കുട്ടികൾക്ക് നല്ലതിനു വേണ്ടിയാണ് നടപ്പാക്കുന്നത്. സർക്കാർ ആരെയും നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. RSS നയമാണ് ഗവർണർ നടപ്പാക്കുന്നതെന്നും പന്ന്യൻ കൂട്ടിച്ചേർത്തു. UTV ന്യൂസ്, പാലക്കാട്.